السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون. സൂറത്ത് യാസീൻ 71, 72, 73 മൂന്ന് ആയത്തുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ധിക്കരിക്കുന്ന ആളുകൾ പലപ്പോഴും റബ്ബ് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ധാരാളക്കണക്കിന് നിഅമത്തുകളെ എന്തുകൊണ്ട് കാണാതെ പോകുന്നു? റബ്ബിൻ്റെ നിഅമത്തുകളെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളവരല്ലേ അവർ? അതൊക്കെ ഗ്രഹിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും പിന്നെയും എന്താ അവർ നന്ദികേട് കാണിക്കുന്നത്? അവർക്ക് നന്ദി കാണിച്ചുകൂടെ എന്നിങ്ങനെ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധ ക്ഷണിക്കുന്ന മൂന്ന് ആയത്തുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് കേട്ടത്. അറേബ്യൻ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന ആ കാലഘട്ടത്തിൽ അവിടെ കൃഷിയുടെ പ്രത്യേകമായ നിലങ്ങളല്ല ഉള്ളത്. അവിടെയുള്ളത് പ്രധാനമായും അവർക്ക് കാണാൻ സാധിക്കുന്ന വലിയ സമ്പത്തും നിഅമത്തുമൊക്കെ കാലികളാണ്. നാക്കാലി വർഗം, ആട്, മാട്, ഒട്ടകം അടങ്ങുന്ന കാലി സമ്പത്താണ് അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യവും. അതിൻ്റെ പേരിലാണ് അവർ ഊറ്റം കൊണ്ടിരുന്നതും അഭിമാനിച്ചിരുന്നതും. അതുപോലെ തന്നെ ധാരാളക്കണക്കിന് ആടുകൾ, ഒട്ടകങ്ങൾ, പശുക്കൾ പോലെയുള്ള കാലി സമ്പത്തിൻ്റെ ഉടമകളായിരിക്കുന്നതിൽ അവർ വലിയ മേനി നടിക്കുകയും അഭിമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എപ്പോഴും നോക്കിക്കാണാവുന്ന നിലക്ക് അവരുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംവിധാനിച്ചിട്ടുള്ള നാൽക്കാലി വർഗം എന്ന വലിയ നിഅമത്തിനെ എടുത്ത് അതുകൊണ്ടവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖങ്ങൾ, സൗകര്യങ്ങൾ, അതിലൂടെ അവർക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായി അവരെ തെര്യപ്പെടുത്തുന്ന, ബോധ്യപ്പെടുത്തുന്ന വചനങ്ങളാണ് ഇന്ന് നമ്മൾ ഈ കേട്ട വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അവലം യറൗ, അവർ കണ്ടില്ലേ? അവലം യറൗ, അവർ കണ്ടില്ലേ? എന്ത് കണ്ടില്ലേ? അന്നാ, തീർച്ചയായും നാം, ഖലഖ്നാ, നാം സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നു, നാം സൃഷ്ടിച്ചിരിക്കുന്നു, ലഹും, അവർക്ക് വേണ്ടി, അവർക്കായി നാം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. എന്തിൽ നിന്ന്? മിമ്മാ അമിലത്ത് ഐദീന. അമില എന്ന് പറഞ്ഞാൽ ചെയ്തു, പ്രവർത്തിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അമിലത്ത് ഐദീന, നമ്മുടെ കൈകൾ. അല്ലാഹു പറയാണ്, നമ്മുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം അവർക്ക് നാം സൃഷ്ടിച്ചു കൊടുത്തത് അവർ കാണുന്നില്ലേ? യദുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഐദി. അമിലത്ത്, മിമ്മാ അമിലത്ത് ഐദീന, നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതിൽ നിന്നും അത് കാരണമായി നാം അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ളത് അവർ കാണുന്നില്ലേ
എന്തിനെ സൃഷ്ടിച്ചു കൊടുത്തത്? അൻആമൻ, നാൽക്കാലികളെ. അൻആം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് നാൽക്കാലികൾ. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം തന്നെ സൂറത്തുൽ അൻആം. ഫഹും, അങ്ങനെ അവർ, ലഹ, ആ നാൽക്കാലികളുടെ, മാലിക്കൂന, അവർ ഉടമകളായി ജീവിക്കുന്നു. മാലിക്കൂന, അവർ അതിൻ്റെ ഉടമസ്ഥന്മാരായി ജീവിക്കുന്നു. മാലിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉടമ. മാലിക്കൂന, അവർ ഉടമകളായി വെക്കുന്നു. അങ്ങനെ അവർ ഉടമകളായി, ആ മൃഗങ്ങളുടെ, നാൽക്കാലികളുടെ ഉടമകളായി അവരതിൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല. എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ്, വിധേയമാക്കി കൊടുത്തു. സഖറ, മെരുക്കിക്കൊടുത്തു, വിധേയപ്പെടുത്തി കൊടുത്തു, കീഴ്പ്പെടുത്തി കൊടുത്തു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. നാം അവയെ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു, ലഹും, അവർക്ക് വേണ്ടി. യുദല്ലിലു, നാം അവർക്ക് അതിനെ കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ മിൻഹ, അതിൽ നിന്ന്, അങ്ങനെ അവർക്ക് നാം അതിനെ കീഴ്പ്പെടുത്തി കൊടുത്തത് കൊണ്ട്, മിൻഹ, അതിൽ നിന്ന് അവർക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ട്? അതിൽ നിന്നാണ് റകൂബുഹും. റകൂബ് എന്ന് പറഞ്ഞാൽ മർക്കബ്, വാഹനം. അവരുടെ സവാരി മൃഗങ്ങൾ അതാണ്. റക്കൂബ് എന്ന് പറഞ്ഞാൽ സവാരി ചെയ്യുന്ന മൃഗത്തിനാണെന്ന് പറയാം റക്കൂബ്. റക്കീബ, സവാരി ചെയ്തു, വാഹനത്തിലേറി എന്നുള്ളതിനൊക്കെ എന്ത് പറയും? റക്കീബ. ഫമിൻഹ, അതിൽ നിന്നാണ് റക്കൂബുഹും, അവരുടെ സവാരിക്കുള്ള മൃഗങ്ങൾ, അവർക്കതിലൂടെയാണ്. വമിൻഹ, അതിൽ നിന്ന് തന്നെയാണ് യഅ്കുലൂന, അവർ ഭക്ഷിക്കുന്നതും. അതിൽ നിന്നവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അകല യഅ്കുലു, യഅ്കുലൂന, അവർ തിന്നുകയും ചെയ്തു. അതിൽ നിന്നാണ് അവർ തിന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണമായിട്ട് അവർക്ക് തിന്നാനും അത് തന്നെയാണ്. തീർന്നില്ല, അടുത്ത ആയത്ത്. വലഹും, വലഹും, അവർക്കുണ്ട്, ഫീഹ, അവയിൽ, ആ നാൽക്കാലികളിൽ അവർക്കുണ്ട്, വലഹും, അവർക്കുണ്ട്, ഫീഹ, അവയിൽ, അഥവാ ആ അൻആമിൽ, നാൽക്കാലികളിൽ എന്തുണ്ട്? മനാഫിഉ, പല ഉപയോഗങ്ങളുമുണ്ട്. മനാഫിഉ, ധാരാളം ഉപയോഗങ്ങൾ. മൻഫഅത്ത്, മൻഫഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉപകാരം, പ്രയോജനം. അതൊരു ബഹുവചനാണ് മനാഫിഉ. ധാരാളം മൻഫഅത്തുകൾ, ഉപകാരങ്ങൾ അവർക്കതിലുണ്ട്. വമശാരിബ്, കുടിക്കാനുള്ള വക പാനീയങ്ങളും അതിലൂടെ തന്നെയാണ് അവർക്ക് ലഭിക്കുന്നത്. മശാരിബ്, കുടിക്കാനുള്ള പാനീയങ്ങൾ. ഇത്രയും കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ്, അഫലാ യഷ്കുറൂൻ, എന്നിരിക്കെ അവർക്കൊന്ന് നന്ദി കാണിച്ചുകൂടെ? അഫലാ യഷ്കുറൂൻ, ശകറ, നന്ദി കാണിച്ചു. യഷ്കുറു, യഷ്കുറൂന, അവർ നന്ദി കാണിച്ചു. അഫലാ യഷ്കുറൂൻ, ഇങ്ങനെയൊക്കെയാണ് കാര്യമെന്നിരിക്കെ അവർക്ക് നന്ദി കാണിച്ചുകൂടെ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ ചോദിക്കുന്നത്. അപ്പൊ തുടക്കം തന്നെ എന്താ അള്ളാഹു ചോദിക്കുന്നത്? അവലം യറൗ, അവർ കണ്ടില്ലേ, അവർ കാണുന്നില്ലേ? കാണുക എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ഖൽബിയായ നിലക്കൊരു കാര്യം അറിയുന്നതിനും എന്തു പ്രയോഗിക്കും? കാണുക എന്ന് പറയും. അതേപോലെ തന്നെ കണ്ണുകൊണ്ടുള്ള കാഴ്ചക്കും എന്തു പറയും? റുഇയത്ത്, കാഴ്ച എന്ന് പറയും. അവരെ കണ്ണുകൊണ്ട് അവർക്ക് കാണുന്നില്ലേ, ആ അർത്ഥവും ഇവിടെ ശരിയാവും. അതോടൊപ്പം തന്നെ അവർക്ക് ആലോചിച്ചാൽ അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന യാഥാർത്ഥ്യമല്ലേ, അവർക്ക് അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ള, അവരുടെ ഹൃദയം സമ്മതിക്കുന്ന കാര്യമല്ലേ, അവർക്ക് നന്നായി അറിയാവുന്ന ഒരു സത്യമല്ലേ എന്ന അർത്ഥവും ആവാം.
രണ്ട് നിലക്കും ഇവിടെ അർത്ഥം 100% ഫിറ്റാണ്. ആരെ ഈ പറയുന്നത്? വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലുള്ള അറേബ്യൻ ജനത. നമ്മളൊന്നിങ്ങനെ ആ കാലഘട്ടത്തിലേക്കൊന്നിങ്ങനെ സങ്കല്പിച്ച് നോക്കുക. എന്താ അവിടെ ഉള്ളത് ആ മരുഭൂമിയിൽ? ഒന്നുമില്ല. കുറച്ച് അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഈത്തപ്പനത്തോട്ടങ്ങൾ, അതൊന്നും കാര്യമായിട്ടില്ല. കാർഷിക വിളകൾ എന്ന് പറയാവുന്ന ഫ്രൂട്ട്സുകളോ അങ്ങനെയുള്ള ധാരാളക്കണക്കിന് കൃഷികളോ ഗോതമ്പോ അങ്ങനത്തെ ഒന്നും കാര്യമായിട്ട് അവിടെ അല്ല. അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഈത്തപ്പനത്തോട്ടങ്ങളുണ്ട്. പിന്നെന്താ ഉള്ളത്? 4 പുറവും ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളാണ്. മേലോട്ട് നോക്കിയാൽ ആകാശമാണ്, താഴെ ഭൂമിയാണ്. പിന്നെ അവർക്ക് കാണാവുന്നത് ഇത് മാത്രമാണ്. അവർക്ക് ഈ കാലി സമ്പത്ത്, ആടുകൾ, മാടുകൾ, ഒട്ടകങ്ങൾ, കുതിരകൾ, ഇതൊക്കെ അടങ്ങുന്ന ഈ പ്രത്യേകമായിട്ടുള്ള ഈ ഒരു അള്ളാഹുവിൻ്റെ അനുഗ്രഹം, ഇത് അവരുടെ മുമ്പിൽ എടുത്ത് അള്ളാഹു തആല പ്രത്യേകം ചോദിക്കണം. അവലം യറൗ, അവർക്ക് കണ്ട് മനസ്സിലാക്കിക്കൂടെ? അവരെ അറിയുന്നവരല്ലേ? ഇതൊക്കെ എവിടുന്നാ കിട്ടിയത്? അന്നാ ഖലഖനാ ലഹും, തീർച്ചയായും നാം അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തില്ലേ. മിമ്മാ അമിലത്ത് ഐദീന, നമ്മുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം എന്താ? അള്ള സൃഷ്ടിച്ചതാണ്, അല്ലാതെ അള്ള നേരിട്ട് കൈകൊണ്ട് ഇങ്ങോട്ട് സൃഷ്ടിച്ചു എന്നല്ല. അങ്ങനെ അള്ള നേരിട്ട് കൈകൊണ്ട് സൃഷ്ടിച്ചു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് ആദം അലൈഹിസ്സലാമിനെ സംബന്ധിച്ചാണ്. ആദം അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പ് പൂർത്തിയായി. അള്ളാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തുള്ള മലക്കുകളോടൊക്കെ പറഞ്ഞു സുജൂദ് ചെയ്യാൻ. എല്ലാവരും സുജൂദ് ചെയ്യാൻ സന്നദ്ധനായി. ഇബ്ലീസ് തയ്യാറായില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് നീ സുജൂദ് ചെയ്യാതിരുന്നത്? ലിമാ ഖലഖ്തു ബിയദയ്യ, എൻ്റെ 2 കൈകൾ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ആദമിന് നീ സുജൂദ് ചെയ്യാതിരിക്കാൻ നിനക്ക് എന്തായിരുന്നു തടസ്സം? അപ്പൊ ഖലഖ്തു ബിയദയ്യ എന്ന് അള്ളാഹ് പറയുന്നു, എൻ്റെ 2 കരങ്ങളാൽ സൃഷ്ടിച്ചത്. അങ്ങനെ ഒരു പടപ്പ് ഇവിടെ വേറെ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ കൈകൾ കൊണ്ട് തന്നെ നേരിട്ട് അവൻ സൃഷ്ടിച്ചതാണ് ആദം അലൈഹിസ്സലാമിനെ. ഇവിടെ പറയുന്നത് അമിലത്ത് ഐദീനാണ്, നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞാൽ അവിടെ കൈകൾ കൊണ്ട് ഇവിടുത്തെ ഓരോ നാക്കാലികളെ അള്ള പ്രത്യേകം കൈകൊണ്ട് ഉണ്ടാക്കിയത് എന്നല്ല. അങ്ങനെ പ്രത്യേകം അള്ളാഹുവിൻ്റെ കരങ്ങളാൽ ഉണ്ടാക്കിയതിന് പ്രയോഗിച്ചിടത്ത് വിശുദ്ധ ഖുർആൻ ഈ സംഭവം പറയുന്നിടത്തൊക്കെ ബിയദയ്യ എന്ന് ചേർത്ത് പറയും. ഖലഖ്തു ബിയദയ്യ, എൻ്റെ 2 കരങ്ങൾ കൊണ്ട്. ഇവിടെ പറയുന്ന പ്രയോഗം എന്താണ്? അമിലത്ത് ബി ഐദീന എന്നല്ല, അമിലത്ത് ഐദീന എന്നാ വന്നിട്ടുള്ള, ബി വന്നിട്ടില്ല. അത് നമ്മുടെ കരങ്ങളാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരങ്ങളാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി. ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ തന്നെ മനുഷ്യരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അള്ളാഹു പരലോകത്തിൽ നിന്ന് കൃത്യമായി നരകം കിട്ടണ്ടോന്ന് നരകം കിട്ടും. ഫബിമാ കസബത്ത് ഐദീക്കും എന്നാ പറയുന്നത്. ബിമാ കസബത്ത് ഐദീക്കും, നിങ്ങളുടെ കരങ്ങൾ സമ്പാദിച്ചത് കാരണത്താൽ അള്ളാഹു നിങ്ങൾക്ക് ശിക്ഷ തരുന്നു. അപ്പൊ നിങ്ങളുടെ കരങ്ങൾ സമ്പാദിച്ചത് പറഞ്ഞാൽ നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദി, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? അള്ളാഹുവിന് കൈകളുണ്ടോ ഇല്ലേ? ചെറുപ്പത്തിലെ പണ്ടൊക്കെ സമസ്തയുടെ പാഠപുസ്തകങ്ങളിൽ അശ്ശരി മദ്ഹബിൽ പഠിപ്പിക്കും, കണ്ണില്ലാതെ കാണുന്നവൻ, കാതില്ലാതെ കേൾക്കുന്നവൻ, കൈയില്ലാതെ പിടിക്കുന്നവൻ, കാലില്ലാതെ നടക്കുന്നവൻ. അള്ളാഹിനെ പറ്റി നമ്മൾ പഠിച്ചത് അങ്ങനെ. വാസ്തവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടത് എപ്രകാരമാണ്? അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ എന്തൊക്കെ അവനുണ്ടെന്ന് പറഞ്ഞോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് എന്തെല്ലാം ഉണ്ടെന്ന് അള്ളാഹു നൽകിയ വഹയിന്റെ അടിസ്ഥാനത്തിൽ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചുവോ, അവയെല്ലാം നമ്മൾ ഉണ്ട് എന്ന് വിശ്വസിക്കണം. അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കണ്ണ് എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്, കൈ എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്,
വിരലുകൾ എന്ന് ഹദീസുകളിലുണ്ട്. സാഖ് കണങ്കാൽ എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. അല്ലാഹു യദ്ഹഖു എന്ന ഹദീസിലുണ്ട്, അവൻ ചിരിക്കുന്നു. അതുപോലെ തന്നെ യൻസിലു റബ്ബുന തബാറക വ തആല ഇല സമാഇ ദുനിയ, നമ്മോടടുത്ത ആകാശത്തിലേക്ക് നമ്മുടെ റബ്ബ് എല്ലാ രാവും അവസാന യാമങ്ങളിൽ ഇറങ്ങി വരുന്നു. വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹു നാളെ മഹ്ശറിൽ വരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് വജാ റബ്ബുക, നിന്റെ റബ്ബ് വരുന്നു എന്ന് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പാദം വെക്കും എന്ന് ഹദീസിൽ പറയുന്നു. ഖദം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അർറഹ്മാനു അലൽ അർശി ഇസ്തവ, സിംഹാസനത്തിൽ അവൻ ഉപവിഷ്ടനായിരിക്കുന്നു. അല്ലാഹു സിംഹാസനത്തിൽ അവൻ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്താ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? അള്ളാഹുവിന് ഈ പറഞ്ഞതൊക്കെ ഉണ്ടോ? ഉണ്ട്. അള്ളാഹുവിന് കൈയുണ്ടോ? ഉണ്ട്. കണ്ണുണ്ടോ? ഉണ്ട്. അവൻ്റെ എന്തൊക്കെ ഉണ്ട് എന്നാണോ അള്ളാഹ് പറഞ്ഞത് അതൊക്കെ ഉണ്ട്. പക്ഷേ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്ത് പറയുമ്പോഴും അള്ളാഹ് പറഞ്ഞതൊക്കെ അള്ളാഹ്ക്കുണ്ട്. പക്ഷേ ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെപ്പോലെ യാതൊന്നുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദുൻ, അവന് ഈക്വലായി സമമായി അവനോട് കുഫുവത്ത യാതൊന്നും തന്നെയില്ല, ഒരാളുമില്ല. അപ്പൊ റഹ്മാനായ റബ്ബിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത് എപ്രകാരമാണ്? അള്ളാഹുവിന് അള്ളാഹു എന്തൊക്കെ ഉണ്ട് എന്ന് ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അവനുണ്ട്. എങ്ങനെയുണ്ട്? ഏതെങ്കിലും ഒരു സൃഷ്ടികളെ പോലെയാണോ? അല്ല. അള്ളാഹു സൃഷ്ടികളില്ലെന്ന എല്ലാ അർത്ഥത്തിലും വ്യത്യാസമുള്ളവനാണ്. അവനോട് തുല്യമായി പറയാൻ അവനെ മാത്രമേ പറ്റുകയുള്ളൂ. അതാണ് ലൈസ കമിസ്ലിഹി ശൈഉൻ എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹ് ഇറങ്ങും എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ ഇറങ്ങും പോലെയാണോ? അള്ളാഹിന്റെ കൈ എന്ന് പറഞ്ഞാൽ നമ്മളെ കൈ പോലെയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ കൈ പോലെയാണോ? റബ്ബിലേക്ക് ചേർത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്രകാരമാണ്? അതൊക്കെ ഉണ്ട്, നിഷേധിക്കല്ല വേണ്ടത്. അതൊക്കെ അള്ളാഹുവിനുണ്ട്. എപ്രകാരം? അവന് യോജിക്കുന്ന വിധത്തിലുള്ളത് എന്താണോ അതുണ്ട്. നമ്മുടെ വകയായിട്ട് നമ്മൾ അതിന് വേറെ വ്യാഖ്യാനം പറയാൻ പാടില്ല. അങ്ങനെ ഒന്നും ഇല്ലാന്ന് അള്ളാഹിനെ കുറിച്ച് പറയാനും പാടില്ല. അള്ളാഹു തൻ്റെ ഇരുകരം കൊണ്ട് ആദമിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിടത്ത് അശ്അരി തരീഖത്തിന്റെ ആളുകൾ, അഥവാ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ പറയും അവിടെ കൈ നർത്തം വെക്കാൻ പാടില്ല, അവിടെ അള്ളാഹ് തൻ്റെ കൈ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ശക്തി കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ്. എല്ലാവരും സൃഷ്ടിച്ചത് അള്ളാഹിന്റെ ശക്തി കൊണ്ടല്ലേ. പിന്നെന്താ ആദം നബീനെ കുറിച്ച് ബിയദയ്യാന്ന് പറയേണ്ട കാര്യം? അപ്പൊ ശക്തി എന്ന് അവിടെ അർത്ഥം വെച്ചാൽ ശരിയാവില്ല. കൈകൾ തന്നെയാണ്. എന്നാ പിന്നെ എങ്ങനെയാണ് കൈകൾ? അള്ളാഹിനെ കുറിച്ചൊക്കെ കൈകൾ എന്ന് പറയാൻ പാടുണ്ടോ? എന്താ പറഞ്ഞാല് അള്ളാഹ് പറഞ്ഞതാണ് അവന്റെ കൈകളെന്ന്. പ്രശ്നം എവിടെയാണ്? ഇത് പറയുമ്പോഴേക്ക് മൗലവിമാര് മറ്റുള്ളവരെ കൈ മനസ്സിൽ കാണുകയാണ്. അപ്പൊ അള്ളാഹിന്റെ കൈ നമ്മളെ കൈയല്ലേ എന്ന് പറയാ. ഇനി മനുഷ്യൻ എപ്പോഴും അവന്റെ ബറക്കത്തിന്റെ അടയാളമായിക്കൊണ്ട് അവന്റെ വലതുകരമാണ് ഉപയോഗപ്പെടുത്തുക. ഒരാൾക്ക് കൊടുക്കുമ്പോൾ, ഒരാളടുത്ത് വാങ്ങുമ്പോൾ, ഒരു നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തുമ്പോൾ, അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ ഈ വലതുകര ഉപയോഗപ്പെടുത്തുക. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ആ നിലക്കാണ് അവന്റെ ഇരുകരങ്ങളും എന്ന് ഹദീസുകളിൽ കാണാം. കിൽതാ യദൈഹി യമീനുൻ, അള്ളാഹുവിന്റെ ഇരുകരങ്ങളും വലതാണ്. അപ്പൊ മൗലവിമാര് ചോദിക്കുകയാണ്, മുജാഹിദിന്റെ അള്ളാഹ് വികലാംഗനാണ്, രണ്ട് ഭാഗത്തും കൂടിയും കൈ വലത്തെ കൈയാണ്. കളിയാക്കുക. എന്ത് പരിഹാസം! തനിച്ച കുഫർ. അപ്പൊ ഓൻ ചിന്തിച്ചത് ഓന്റെ കൈ പോലെയാണ്. അപ്പൊ രണ്ട് കൈയും വലതാന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇടത്ത് കൈയില്ല, അങ്ങനെ ഒരു വികലാംഗനാണല്ലേ ഇന്ന് സ്റ്റേജും എന്ന് ചോദിക്കുകയാണ് ഈ മൗലവിമാര്. എത്ര രൂപത്തിലുള്ള തരംതാണ വർത്തമാനമാണ് റബ്ബിനെ പരിഹസിക്കുന്നത്. ഇനി അള്ളങ്ങനെ എല്ലാ രാത്രിയുടെയും അവസാന സമയത്ത് ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അതിനെയും പരിഹസിക്കുക. ഓ അപ്പൊ ഇവരെ അള്ളങ്ങനെ കയറും ഇറങ്ങും, കസേരയിലിരിക്കും, ഫയൽ ഒപ്പിടും, കയറിപ്പോകും. അമേരിക്കയിലെ രാത്രിയാണോ മൗലവി? ഇന്ത്യൻ രാത്രിയിലാണോ മൗലവി? ഓസ്ട്രേലിയൻ രാത്രിയിലാണോ മൗലവി? ഒരു യുക്തിവാദിയുടെ കുട്ടിയുടെ ചോദ്യമാണ്. ഒരു യുക്തിവാദിയും ചോദിച്ചിട്ടില്ല, ഈ മൗലിയുടെ ചോദ്യ. ഓൻ തന്നെ ചോദിക്കണത്, ഓൻ തന്നെ ഉത്തരം പറയണം.
അപ്പൊ ഒക്കെ ഇവന്റെ മനസ്സിലെന്താണ്? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ കാണുമ്പോൾ ഇവന്റെ മദ്രസയും ഇവന്റെ കസേരയും ഇവന്റെ ഒപ്പിടലും ഇവന്റെ വയറും ഇവന്റെ കാലും ഇവന്റെ കയ്യും ഇവന്റെ കയറിപ്പോലും ഇവന്റെ ഇറങ്ങലും ഒക്കെയാണ് ഇവൻ മനസ്സിൽ കാണുന്നത്. അവിടെ ഈ തകരാറ്. അള്ളാഹിനെ പറ്റി ആദ്യമേ പഠിക്കുന്നത് എന്താണ്? അഖീദയുടെ ഒന്നാമത്തെ പാഠം തന്നെ എന്താണ്? ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ ഒന്നുമില്ല. പിന്നെ എങ്ങനെ അള്ളാഹിനെ മറ്റൊന്നിനെ പോലെ ഉപമിക്കുക? അപ്പം അതുകൊണ്ട് അഹ്ലുസുന്ന വിശ്വസിക്കുന്നത് എന്താണ്? അള്ളയും റസൂലും അള്ളാഹിനെ കുറിച്ച് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഉണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാലോ എങ്ങനെയെന്ന് ചോദിക്കാൻ തന്നെ പാടില്ല. എങ്ങനെയെന്ന് ചോദിക്കാൻ തന്നെ പാടില്ല. ഇനി ചോദിക്കണേ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ അറിയണ്ടേ? എങ്ങനെയെന്ന് നമുക്കറിയില്ല. എന്നാ അതൊക്കെ ഉണ്ട്, അതാണ് നിഷേധിക്കൂല. നമ്മളതിനെ തഅ്തീൽ ചെയ്യൂല, നിഷേധിക്കൂല. ഏതെങ്കിലും ഒന്നിനെ പോലെ നമ്മൾ അതിനെ തശ്ബീഹോ തംസീലോ ചെയ്യൂല. ഇപ്രകാരമാണ് എന്ന് നമ്മൾ അതിൻ്റെ കൈഫിയത്ത്, അതിൻ്റെ രൂപം നമ്മൾ പറയൂല. നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് ബിലാ തക്യീഫിൻ വലാ തശ്ബീഹിൻ വലാ തംസീലിൻ വലാ തഅ്തീലിൻ എന്ന് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ മുഴുവനും അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തുകൾ പറയുന്നിടത്ത് വ്യക്തമായി പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഏത് ഗുണവിശേഷണങ്ങളെ കുറിച്ച് പറയുന്നിടത്തും മറ്റൊന്നിനെ പോലെ എന്ന് പറയാൻ പാടില്ല, അതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് പറയാൻ പാടില്ല. അള്ളാഹിനെ പറ്റി അത് ചേരൂല എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളഞ്ഞിട്ട് അത് ഇല്ല എന്ന് പറയാനും പാടില്ല. ഏതെങ്കിലും ഒന്നിനോട് ഉപമിക്കുവാനും പാടില്ല. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ആ വിഷയത്തിൽ പഴച്ചു പോയിട്ടുള്ള കക്ഷികളായ അശ്ശരികളും മറ്റുള്ള എല്ലാ വിഭാഗങ്ങളും ഇതൊക്കെ ഇല്ല എന്ന് പറയുന്നവരാ. അള്ളാഹ്ക്ക് ഒന്നുമില്ല എന്ന് പറയാൻ പാടില്ല. അപ്പൊ പിന്നെ ഖുർആനിൽ യദ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അതിന് വേറെ വ്യാഖ്യാനിച്ചൊപ്പിക്കും. യദ് എന്ന് പറഞ്ഞാൽ പവർ എന്നാണ് അർത്ഥം, കണ്ണ് എന്ന് പറഞ്ഞാൽ നിയന്ത്രണം എന്നാണ് അർത്ഥം. അങ്ങനെ ഓരോന്നിനും അവരുടേതായ തഅ്വീൽ കൊടുക്കുകയാണ്. തഅ്വീൽ കൊടുക്കുന്ന പരിപാടിയും അഹ്ലുസുന്നയുടെ രീതിയല്ല. അഹ്ലുസുന്ന അങ്ങനെ വ്യാഖ്യാനിച്ചൊപ്പിക്കൂല, ഒന്നിനെ പോലെയെന്ന് ഉപമ പറയൂല, രൂപം പറയൂല, നിഷേധിക്കാൻ പോവില്ല, ഉപമ പറയില്ല. എത്ര വ്യക്തമായി ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതാണ് അഹ്ലുസുന്നയുടെ അഖീദ. ഇതൊരിക്കലും മറന്നുപോകാൻ പാടില്ല. ഇതാ അഖീദ. ഇതുറച്ച് വിശ്വസിക്കുന്ന ഒരാളോട് ഇനി ആരെന്ത് പരിഹസിച്ചിട്ടും കാര്യമില്ല. മുജാഹിദിന്റെ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുന്ന് പറയാൻ കൊള്ളാത്ത ഒരുപാട് പറയുന്നുണ്ട് ഇവര്. ധാരാളം അങ്ങനെ പരിഹസിക്കുക. ആരെയും പരിഹസിക്കുന്നത്? ഇത് അള്ളാഹ് പഠിപ്പിച്ചു തന്നതല്ലേ, അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു തന്നതല്ലേ, അതിനെ നിഷേധിക്കാൻ പാടുണ്ടോ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചുരുക്കി പറയാണ്, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് എന്ത് നമ്മൾ പറയുമ്പോഴും ആ കൃത്യമായി മഹാരഥന്മാരായ സഹാബത്ത്, താബിഈങ്ങൾ, മഹാന്മാരായ അഇമ്മത്തുൽ അർബഅ അടക്കമുള്ള ഇമാമീങ്ങൾ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞ നിലപാടാണ്. അവരുടെ ശേഷം വന്നിട്ടുള്ള പിഴച്ചുപോയ കക്ഷികളാണ് ഈ പറയുന്ന രൂപത്തിൽ ഇതിനെയൊക്കെ തള്ളിക്കളയുകയും വ്യാഖ്യാനിച്ച് ഒപ്പിക്കുകയും അതിനൊക്കെ നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് അഹ്ലുസുന്നയുടെ യഥാർത്ഥമായ ധാരയിൽ നിന്ന് പുറത്തേക്ക് പോയത്. നമ്മൾ ആ വിഷയം ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൈകൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ കൈകൾ കൊണ്ട് ഇവിടെ ഉണ്ടാക്കി എന്നുള്ള ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതെടുത്ത് പറഞ്ഞ പ്രയോഗമല്ല. ഇവിടെ അത് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിൽപ്പെട്ടതായിരുന്നു. അവനാണ് നമുക്ക് പടച്ചു തന്നിട്ടുള്ളത്. എന്തിനെ? അൻആമൻ. എന്തിനാണ് അവൻ പടച്ചു തന്നത്? അൻആമൻ. അവൻ നാൽക്കാലികളെ പടച്ചു തന്നു. അള്ളാഹുവിൻ്റെ ഇരു കരങ്ങളിൽ നിന്ന് കൃത്യമായി സൂറത്തുൽ മാഇദയിലെ 64-ാമത്തെ ആയത്തിൽ കാണാം. വഖാലത്തിൽ യഹൂദികൾ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹിൻ്റെ കൈയൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിക്കാണ്, അവൻ ഒന്നും കൊടുക്കാത്ത പിഷ്കനാണ് എന്ന് പറഞ്ഞു യഹൂദികൾ അള്ളാഹിനെ പറ്റി. അതിന് അള്ളാഹ് മറുപടി കൊടുക്കുകയാണ്, ഉല്ലത്ത് ഐദീഹിം, അവരുടെ കരങ്ങളാണ് കെട്ടിപ്പൂട്ടപ്പെട്ടിട്ടുള്ളത്. ബൽ യദാഹു, മറിച്ച് അള്ളാഹുവിൻ്റെ ഇരു കൈകളും മബ്സൂത്തതാനി, അത് വളരെ പരത്തി നിവർത്തി വെച്ചിട്ടുള്ളതാണ്. അവൻ പിശുക്കനല്ല. യുൻഫിഖു കൈഫ യശാഉ, അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അവൻ വിശാലമായി ചെലവഴിക്കുന്നവനാണ്. അങ്ങനെ ധാരാളം സ്ഥലത്ത് അള്ളാഹുവിൻ്റെ കരം എന്ന പ്രയോഗം, കൈകൾ, ഇരു കൈകൾ എന്നൊക്കെയുള്ള പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കും.
നാൽക്കാലികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിനെ സംബന്ധിച്ചാണല്ലോ അപ്പോൾ അവിടെ ഏറ്റവും വലിയ നിഅമത്തായി എടുത്തു പറഞ്ഞത്. നാൽക്കാലികൾ എന്ന് പറഞ്ഞാൽ അതിൽ പൊതുവിൽ പെടുന്നത് ഏതാണ്? അൽ ഇബ്ലു വൽ ബഖറു വൽ ഗനമു. ആടുമാടൊട്ടകങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആടിനെ എല്ലാവർക്കും അറിയാം, ഒട്ടകത്തെ അറിയാം, പിന്നെ മാട് എല്ലാത്തൊക്കെ പിന്നെ മാടിൽ വിടും. പോത്ത്, മൂരി, എരുമ, പശു, കാള ഇതൊക്കെ ഉണ്ടോ? ഓക്കെ, ആണ് അന്നാണ്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ എന്തെല്ലാം നിഅമത്തുകളാണ്. ആദ്യം തന്നെ എടുത്തു പറഞ്ഞത് എന്താണ്? അൻആമൻ ഫഹും ലഹാ മാലികൂൻ ആണ്. അവർക്ക് അള്ളാഹു അത് സൃഷ്ടിച്ചു കൊടുത്തതുകൊണ്ടാണെന്നിപ്പോൾ അതിൻ്റെ ഉടമകളായിട്ട് അവരിങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നത്. ഫഹും അവർ ലഹ അവയുടെ മാലികൂന ഉടമസ്ഥന്മാരായി ഇപ്പം അങ്ങനെ ജീവിക്കുന്നില്ലേ? ഓരോ അറബികളും എനിക്ക് 2000 ആട്, 6000, 7000 ഒക്കെ ആടുകൾ, അതുപോലെ 100 കണക്കിന് ഒട്ടകങ്ങൾ, 1000 കണക്കിന് പശുക്കൾ. ഇതൊക്കെയാണ് അന്നത്തെ വലിയ മുതലാളിമാർ. അന്നത്തെ മുതലാളിമാർ എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. അന്നത്തെ വലിയ സമ്പത്ത് എന്താണ്? അവരുടെ ഖാലി സമ്പത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് സക്കാത്തിൻ്റെ ഒക്കെ കണക്ക് പറയുമ്പോൾ നമുക്ക് ഉറക്കം വരും, നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. നമുക്കത് 40 ആടിന് ഒരു ആട് സക്കാത്ത്, 5 ഒട്ടകത്തിന് ഇത്ര ഒട്ടകം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും. ആ കണക്കൊന്നും നിങ്ങൾ പറയണ്ടേ? നമ്മളെ കറൻസി ഇതൊക്കെ പറയുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ആട്, നമുക്കിപ്പോൾ ഇവിടെ ഒട്ടകം. എന്താണ് അന്ന് ആ കാലഘട്ടത്തിൽ അതാണ് പറയാനുള്ളത്. അവരുടെ മെയിൻ സമ്പത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. മരുഭൂമിയാണ്, വിശാലമായി കിടക്കുന്ന മരുഭൂമികളുടെ ഓരോ വാദികളാണ്. ഓരോ മലഞ്ചെരുവുകളിലും ഓരോ അറബികളുടെ ഒട്ടക കൂട്ടങ്ങളും ആടുമാടുകളെയും കൊണ്ട് കിട്ടി നിറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഓരോരുത്തർക്ക് കുടിക്കാൻ നിശ്ചയിക്കപ്പെട്ട വെള്ളത്തൊട്ടിയിൽ നിന്ന് അപ്പുറത്തെ അറബിയുടെ ഒട്ടകങ്ങാനും വന്ന് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പൊരിഞ്ഞ യുദ്ധം. അത്രക്ക് ഭയങ്കര വികാരമായിരുന്നു, അവർക്കൊരു വൈകാരികതയായിരുന്നു അവരുടെ കാലി സമ്പത്ത്. അതിന് തൊട്ട് കളിച്ചാൽ, അതിനെന്തെങ്കിലും വെള്ളം മുടക്കി അത് കുടിക്കണോടത്ത് മറ്റോ കുടിക്കാൻ പാടില്ല, അതിൻ്റെയൊക്കെ പേരിൽ യുദ്ധം നടന്നിരുന്നു. കൊല്ലങ്ങളോളം എന്നാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്തെ. ഈ ഔസും ഖസറജൊക്കെ പരസ്പരം പോരാടിയിരുന്നൊക്കെ ഇതിൻ്റെയൊക്കെ പേരിലായിരുന്നു എന്നാണ് പലപ്പോഴും. എന്താ പ്രശ്നം? എന്താ? ആ ആട് വെള്ളം കുടിക്കാൻ നിശ്ചയിച്ച തൊട്ടി പോയിട്ട് മറ്റവൻ്റെ ആട് വെള്ളം കുടിച്ചു, അയിമേണ്ട് മൂത്തു, അങ്ങോട്ട് പരസ്പരം പോരായി, പിന്നെ യുദ്ധമായി. അത് കുടിപ്പകയായി വളർന്നു, തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന നിലക്ക് കൊല്ലങ്ങളോളം നീണ്ടു നിന്നു യുദ്ധങ്ങൾ. എന്താ പ്രശ്നം? ഒട്ടകം വെള്ളം മാറി കുടിച്ചതാണ്. ആ നാക്കാലിയുടെ ബുദ്ധി പോലും ഇല്ലാത്തൊരു സമൂഹത്തെയാണ് മുത്ത് മുസ്തഫ നന്നാക്കിയെടുത്തത്. അവരെ പറ്റി അള്ളാഹ് പറഞ്ഞത് എന്താണ്? വൈൻകാനു ലഫി മിൻ ഖബ്ലു ലഫി ളലാലിൻ മുബീൻ. ഭയങ്കര വഴികേടിലായിരുന്നു, വ്യക്തമായ വഴികേടിലായിരുന്നു. അവരെ അള്ളാഹുവിൻ്റെ റസൂലിലൂടെയാണ് നന്നാക്കി. അപ്പം അന്നാമ് എന്ന് പറഞ്ഞാൽ അവർ ജീവനാണ്. അതുകൊണ്ട് അവരോട് പറയുമ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയണം. നമുക്കിപ്പോൾ ഒന്ന് പുതുമയൊന്നും തോന്നൂല. അവരുടെ ഏറ്റവും വലിയ സമ്പത്തിൻ്റെ പ്രൗഢിയുടെ അടയാളമാണെന്ത്? അവരുടെ കുതിരയും ഒട്ടകങ്ങളും അതൊക്കെ തന്നെയാണ് അവരുടെ മേനി പറയാനുണ്ടായിരിക്കുക. നമുക്കിപ്പോൾ ഒന്ന് ബാങ്ക് ബാലൻസും റോൾസ് റോയ്സ് കാറും മറ്റേതും മറിച്ചതും ബിൽഡിങ്ങൊക്കെ ചൂണ്ടിക്കാണിക്കാണ്ടാവും. ആ കമ്പനിയും ഫാക്ടറിയൊക്കെ അവിടെ എന്താ വല്ലതും ഉണ്ടോ? അവിടെ കമ്പനി ഉണ്ടോ? ഫാക്ടറി ഉണ്ടോ? റോൾസ് റോയ്സ് കാറും ഫ്ലൈറ്റും വലിയ സൂപ്പർസോണിക് വിമാനങ്ങളും ഒക്കെ അതിൻ്റെ കാള ഞാനെന്ന് പറയാം അവിടെ ഉണ്ടോ? അവിടെ ആകെ അന്നുള്ളത് ഇതാണ് ഈ അന്നാമ്. ഇതന്നെ അവിടെ ഉള്ളത്, വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഈത്തപ്പനത്തോട്ടം, അപൂർവം കുറച്ച് മുന്തിരിത്തോട്ടം ഉണ്ടാവും. കഴിഞ്ഞു. പിന്നെ ഈ മരുഭൂമി എന്നെ പരന്ന് കിടക്കണ മരുഭൂമി. പിന്നെ വല്ലതും തിന്നാനൊക്കെ കൊല്ലത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ കൊല്ലത്തിൽ 2 പോക്ക് യാത്ര പോകണം ബിസിനസ്സിന്. എന്നിട്ട് അവിടെ പോയിട്ട് ഇവരടുത്തുള്ള സാധനമൊക്കെ അവിടെ വിറ്റിട്ട് അവിടെ നിന്നുള്ള ഫ്രൂട്ട്സും ഗോതമ്പും അരിയൊക്കെ വേറെ മേടിച്ചു കൊടുത്തിട്ട് വേണം, ബാർലിയൊക്കെ. അതിന് കൊല്ലത്തിൽ 2 യാത്ര പോകും. അതായത് ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹലത ശിതാഇ വസ്സൈഫ്. ശിതായിൽ ഒരു ഭാഗത്തേക്ക് പോകും, സൈഫ് കാലത്ത് വേറൊരു ഭാഗത്തേക്ക് പോകും. കൊല്ലത്തിൽ 2 യാത്രയാണ്. അത് ബിസിനസ്സിനുള്ള യാത്രയാണ്. എല്ലാ സമ്പത്തും കൊണ്ട് നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, ഒരുവിധം ആരോഗ്യമുള്ള മുഴുവൻ അറബികളും പോയിട്ടുണ്ടാകും നാട്ടിൽ നിന്ന്. ഒക്കെ ബിസിനസ്സിന് പോകും. നമ്മളെ നാട്ടിലെ ആണുങ്ങളൊക്കെ ഗൾഫിലല്ലേ ഇപ്പോൾ. എന്നമാതിരി അന്ന് 2 സമയങ്ങളായാൽ നാട്ടിലെ ആണുങ്ങളൊന്നും ഉണ്ടാവില്ല. അധികം ആൾക്കാർ എവിടേക്ക് പോയിട്ടുണ്ടാവും? കാഫില കെട്ടിയിട്ട് തിജാറക്ക് പോയിട്ടുണ്ടാവും, കച്ചവടം. യമനിക്ക് പോകും, ഷാമിലേക്ക് പോകും. ഒരു കൂട്ടർ ഒരു ഭാഗത്തേക്ക് യമനിലേക്ക് പോകും, ഒരു ഭാഗത്തേക്ക് ഷാമിലേക്ക് പോകും, സിറിയയിലേക്ക് പോകും, യമനിലേക്ക് പോകും. ഇങ്ങനെ പോകുമ്പോൾ ഇവർക്ക് ഭയങ്കര സ്ഥാനമായിരുന്നു. കാരണം എന്താണ്? ഇവരാരും തൊടു ആക്രമിക്കൊന്നുമില്ല. മക്കാരാണെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ആദരവായിരുന്നു എല്ലാ നാട്ടുകാർക്കും. എന്താ? കഅബത്തിന്റെ ആൾക്കാരാണ്.
അപ്പം ആ പേരൊക്കെ പറ്റിയിട്ടുന്നിട്ട് ആ കഅബന്റെ എതിരായിട്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്യും. അതാ അള്ളാഹ് ഓർമ്മപ്പെടുത്തിയത്, ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം ജഹലത്ത ശിത്തായി വസ്സൈഫ്. നിങ്ങളിങ്ങനെ ഈ ശിത്തായിലും സൈഫിലും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ അള്ളാഹ് നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നില്ലേ? എന്താ നിങ്ങൾക്ക് ഇത്ര അമ്ന നിർഭയത്വത്തോടു കൂടെ പോയി വരാൻ പറ്റണത്? നിങ്ങൾ കഅബന്റെ ആൾക്കാരാണ്, ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് ഫൽ യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ആ ബൈത്തിന്റെ കഅബയുടെ നാഥനെ മാത്രം നിങ്ങൾക്ക് എന്താ ആരാധിച്ചാല്? അതിന്റെ പേരിലല്ലേ യാത്രയിൽ നിങ്ങൾക്കുള്ള എല്ലാ ആനുകൂല്യവും. നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ആനുകൂല്യം പറ്റുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാ? ഞങ്ങൾ കഅബന്റെ ആൾക്കാരാ, ഞങ്ങൾ ഹറമിന്റെ ആൾക്കാരാ എന്നും പറഞ്ഞിട്ടാണ്. എന്നാലോ നിങ്ങൾ ഇവിടെ വന്നാൽ ആ റബ്ബനെ മാത്രമാണോ ആരാധിക്കുന്നത്? അവിടെ എത്തിയ പിന്നെ നിങ്ങൾ കഅബന്റെ നാല് പുറത്തും ലാത്തയും ഉസ്സയും മനാത്തിയും ഹുബലും ഒക്കെ വെച്ചിട്ട് അതിനോടാ പൂജ, അതിനെയാണ് ആരാധിക്കുന്നത്. ഇതെന്ത് പരിപാടിയാ? ഇത്ര നന്ദിയില്ലാത്തവരായോ നിങ്ങള്? നിങ്ങൾക്ക് വിശക്കണീന് ഭക്ഷണം തരുന്നതാ അള്ളയല്ലേ? നിങ്ങൾ ഇങ്ങനെ ഈ യാത്രയിലൊക്കെ ഒരു പേടിയില്ലാതെ ആമനഹും മിൻ ഖൗഫ്, നിങ്ങൾക്ക് നിർഭയത്വം നൽകിയവനും അവനല്ലേ. ആ അള്ളാനെ മാത്രം നിങ്ങൾക്ക് എന്താ ആരാധിച്ചാല് എന്ന് അവരോട് ചോദിക്കണം. അത് വേറൊരു ചോദ്യമാണ്. അതേപോലത്തെ ചോദ്യം അപ്പം ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് ഉള്ള ഈ സമ്പത്തൊക്കെ, ആടുമാടൊട്ടകങ്ങൾ, ഇതൊക്കെ ആരാധുന്നത് ഞാൻ സൃഷ്ടിച്ചു തന്നതല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറ, ഒരൊറ്റ അറബിയും പറഞ്ഞിട്ടില്ല എന്ത് ആടുമാടൊട്ടകങ്ങളാകുന്ന സമ്പത്തിനെ സൃഷ്ടിച്ച സ്രഷ്ടാവ് ലാത്തയാണെന്നോ ഉസ്സയാണെന്നോ മനാത്ത എന്ന വിഗ്രഹമാണെന്നോ അവരും പറഞ്ഞിട്ടില്ല. അവരോട് അതൊക്കെ നബിതങ്ങൾ ചോദിച്ചതാണ്. ആരാണ് ആകാശഭൂമികളെ പടച്ചത്? ആരാ നിങ്ങളെ പടച്ചത്? ആരാണ് എല്ലാത്തിനെയും പടച്ചത്? എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവ് ആരാണ് എന്നുള്ളതിനൊക്കെ അവരും കൊടുത്ത മറുപടി എന്തെന്നെയാണ്? അല്ലാഹ്. പിന്നെ നിങ്ങൾക്ക് എന്താണ്? ആ തന്നവൻ അള്ളയല്ലേ? നിങ്ങളെ വേറെ ഏതെങ്കിലും ആൾക്കാരാണോ അവയൊക്കെ സൃഷ്ടിച്ചത്? ഖലഖ്നാ, നാമല്ലേ സൃഷ്ടിച്ചു തന്നത്. നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ നാൽക്കാലികളെ കിട്ടിയത്. എന്നിട്ടല്ലേ ഫഹും, അത് കാരണത്താലല്ലേ അവർ ലഹ, അതിൻ്റെ മാലിക്കൂൻ, ഉടമകളായി മാറിയത്. തീർന്നില്ല. വദല്ലൽനാഹാ ലഹും, അള്ളാഹ് ചെയ്തു കൊടുത്ത നിഅമത്ത് പറയണം. വദല്ലൽനാ, നാം കീഴ്പ്പെടുത്തി കൊടുത്തു, ഹാ, ആ നാക്കാലികളെ, ലഹും, അവർക്ക്. എന്താ പറയണത്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആകെത്രയുള്ളത്. അവൻ കൊണ്ടു കിടക്കണ സാധനമോ ഒട്ടകോ അങ്ങനെ നോക്കണം, അതിൻ്റെ കഴുത്തിൽ നോക്കണം. ആ ഒട്ടകത്തെയാണ് അറബി കുട്ടി വരെ മൂക്കയറിട്ട് അങ്ങനെ കൊണ്ടു കിടക്കുകയാണ്. കുട്ടി പറയുന്നിടത്ത് ഒട്ടകം മുട്ടുത്തും, കുട്ടി പറഞ്ഞാൽ ഒട്ടകം, കുട്ടി പോലും പറഞ്ഞാൽ ഒട്ടകം നീക്കും. അതിൻ്റെ രണ്ട് കാലിൻ്റെ നടയിലിട്ടിട്ട് അങ്ങനെ കുട്ടിയെ പുറത്ത്, വേറെ ദുർബലനായ മനുഷ്യൻ കയറിയിരുന്നാലും അതനുസരണയോടെ അങ്ങനെ പോകും. ഇത്ര വലിയ ശക്തിയുള്ള ഒട്ടകം, പശു, കഴുത, കോവർ കഴുത. എന്താ കഴുതയും കോവർ കയറിയും തമ്മിലുള്ള വ്യത്യാസം? കഴുതിയും കുതിരയും കൂടിയും ഇണ ചേർന്നിട്ടുണ്ടായ കുട്ടികളാണ് കോവർ കഴുത. അത് കഴുതിയല്ല, കുതിരയല്ല, അത് കുറച്ച് വലിപ്പമൊക്കെ ഉണ്ടാവും. അതായി കോവർ കഴുത. അതിന് ഖുർആൻ പറഞ്ഞ് പ്രയോഗിച്ചത് ബിഗാല് എന്നാണ്. والخيل والبغال والحمير والحمار والخيل والبغال, ഖൈലും ബിഗാലും എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു. കുതിര, കോവർ കഴുത, പിന്നെ കഴുത. ഇതൊക്കെ അന്നത്തെ അവരുടെ വാഹനങ്ങളുമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് ഉണ്ടായത്? അതൊക്കെ നിങ്ങൾക്ക് അള്ളാഹ് കീഴ്പ്പെടുത്തി തന്നില്ലേ? ഒട്ടകം ഒന്ന് തിരിഞ്ഞു നിന്നാൽ പോരെ? മനുഷ്യ ഓടിയോടത്ത് പിന്നെ പുല്ല് മുളക്കുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നു ആന, എത്ര വലിയ ജീവിയാണ്, ടൺ കണക്കിന്, ബില്യൺ, എത്ര അതിൻ്റെ തൂക്കം. മനുഷ്യനെ അതിനങ്ങനെ കൊണ്ടു നടക്കണം അല്ലേ? കുട്ടികൾ അടക്കം അതിനങ്ങനെ കളിപ്പിക്കണം. ഒന്ന് തിരിഞ്ഞാലോ? പശു, പോത്ത്, എരുമ ഒക്കെ തന്നെ. ആടൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞാൽ തന്നെ അതിനെ പിന്നെ മരിക്കെടുക്കാൻ പറ്റുമോ? എന്നാലും അള്ളാഹ് പറയണും നാമാണ് അവർക്കതിനെ കീഴ്പ്പെടുത്തി മെരുക്കി കൊടുത്തത് എന്ന് അള്ളാഹ് ചെയ്ത നിഅമത്താണ് പറയുന്നത്. അതുകൊണ്ട് ആ വാഹനപ്പുറത്ത് കയറുമ്പോൾ, അന്ന് അറബിയുടെ വാഹനം എന്ന് പറഞ്ഞാൽ ഈ വാഹനമാണ്. കയറുമ്പോൾ തന്നെ അള്ളാഹിൻ്റെ നാമൊക്കെ ചൊല്ലിയിട്ട് പിന്നെ അള്ളാഹുവിനെ സ്തുതിച്ചിട്ട് പിന്നെ പറയണ എന്താ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അള്ളാഹു മഹാപരിശുദ്ധനാണ്. എങ്ങനെയുള്ള അള്ളാഹുവാണ്? സഖറ ലനാ ഹാദാ, ഈ വാഹനത്തെ ഞങ്ങൾക്ക് മെരുക്കിത്തന്ന, കീഴ്പ്പെടുത്തിത്തന്ന അള്ളാഹുവിന് അത്രേ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രകീർത്തനങ്ങൾ. വമാ കുന്നാ ലഹു മുഖ്രിനീന,
അതിനെ മെരിക്കാനൊന്നും ഞങ്ങൾ കഴിവുള്ളവരായിരുന്നില്ല. വലിയ പവറും ശക്തിയൊക്കെ ഉള്ള ജന്തുക്കളാണ്. ഒരു തട്ടിട്ടിയാൽ നമ്മൾ എപ്പോൾ ചോദിച്ചു എപ്പോൾ മരിച്ചു എന്ന് ചോദിച്ചാൽ മതി. അമ്മാതിരി ശക്തിയുള്ള എന്നാ പറ്റൊക്കെ നമ്മളിങ്ങനെ പറയുന്നത് മുഖേറിട്ട് അങ്ങനെ കൊണ്ടു നടക്കുക, അനുസരണയോടുകൂടെ പോയിരുന്നു. ആരാ അവറ്റക്ക് ഈ വിധേയത്വ മനസ്സ് കൊടുത്തത്? അല്ലാഹ്. അല്ലാഹ് കൊടുത്തോണ്ട് അങ്ങക്ക് അതിന് പറ്റണത്. കൂട്ടത്തിൽ ചിലത് മെരിക്കപ്പെടാത്ത, എത്ര മെരിങ്ങിയാലും മെരിക്കാത്തയുണ്ട്. അതൊരു വലിയ ശിക്ഷയാണ്. മൃഗങ്ങൾ മോട്ട് കാണിക്കാം, മൃഗങ്ങൾ അനുസരണക്കേട് കാണിക്കാം. വാഹനങ്ങൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് കൂട്ടത്തിൽ ഒരു യാത്രയിൽ ഒരു സഹാബിയുടെ നല്ല സ്പീഡിൽ പോകുന്നൊരു ഒട്ടകം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒട്ടകം അവിടുന്നാണ്ട് അതിൻ്റെ അനുസരണക്കേട് കാണിച്ചുകൊണ്ടാണ് പോയി. അപ്പം തന്നെ എല്ലാവരും പറഞ്ഞു ഇനി അതിനെ കിട്ടൂല. പക്ഷെ ഈ സഹാബി വിട്ടില്ല, പിന്നാലെ കൂടി ഓടി ഓടി പിന്നാലെ കൂടി അവസാനത്തെ ആയുധം പ്രയോഗിച്ചു. ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് അസ്ത്രം തൊടുത്തു. അവിടെ വീണു. ബിസ്മി ചൊല്ലി അമ്പണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പ്രശംസിക്കരുത്. ചില മൃഗങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു അവസരമാണെങ്കിൽ പിന്നെ ഞാൻ വെച്ചിരുന്നിട്ട് കാര്യമില്ല. അദ്ദേഹം ചെയ്ത പണി ചെയ്തിട്ട് വേഗം കറിയാക്കലഞ്ഞ് നല്ലത്. അപ്പം അങ്ങനെ ഉണ്ടാവും, ചില മൃഗങ്ങളുണ്ടാവും. അപ്പം അതിനെ പിന്നെ തീറ്റി പോയിട്ട് കാര്യമൊന്നുമില്ല, എൻ്റെ പണി നടക്കൂല, ഒരു ഉപകാരം ഉണ്ടാവില്ല, പിന്നെ ഇടങ്ങേറ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരെല്ലാവർക്കും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായിരുന്നു വാഹനം, അന്നത്തെ വാഹനങ്ങൾ. അതാണ് അല്ലാഹു തആല പിന്നെ തുടർന്നുകൊണ്ട് പറയുന്നത്, നിങ്ങളതിൻ്റെ ഉടമകളായി മാറി എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്. അതിനെ വദല്ലൽനാഹാ ലഹും, നാം അതിനെ കീഴ്പ്പെടുത്തി കൊടുത്തു അവർക്ക്. ഫമിൻഹ, അത് കാരണമായി, മിൻഹ, അതിൽ നിന്നാണ് റകൂബുഹും, അവരുടെ വാഹനങ്ങൾ. അള്ളാഹ് അങ്ങനെ മെരുക്കി കൊടുത്തത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ പുറത്ത് കയറിയിട്ട് രണ്ട് കാലും തൂക്കിയിട്ടിട്ട് സുഖമായിട്ട് അങ്ങനെ അന്ന് യാത്ര ചെയ്തത്. ഫമിൻഹ റകൂബുഹും, എന്നവർക്ക് അന്നത്തെ വാഹനങ്ങൾ അതാണ്. ഒട്ടകം, കുതിര, കഴുത, കോവർ കഴുത, ഇതാണ് അന്നത്തെ വാഹനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് യുദ്ധങ്ങളിലും യാത്രകളിലൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒട്ടകങ്ങളുണ്ടായിരുന്നു, കുതിരകളുണ്ടായിരുന്നു, കഴുതകളുണ്ടായിരുന്നു. ഒക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ് ലീഡറായിരുന്നു ഖസ്വാ. നബി ഓരോന്നിനും പേരുവിട്ടിരുന്നു. കുതിരകൾക്ക് പേരിട്ടിരുന്നു, ഒട്ടകങ്ങൾക്ക് പേരിട്ടിരുന്നു. ഏറ്റവും പ്രസിദ്ധിയാർജിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാഹനമായിരുന്നു ഒട്ടകം ഖസ്വാ. ഖസ്വാ എന്ന വാഹനമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാഹനങ്ങളിലെ ടോപ്പ് ലീഡറായിട്ട് അറിയപ്പെടുന്നത്. ധാരാളം സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒപ്പം കൂടിയത് അത് ഏത് കാലത്താണെന്നറിയോ? ഹിജറ പോകുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വാഹനങ്ങൾ ഒരുക്കി തയ്യാറാക്കി നിർത്തിയിരുന്നു. അതിലൊന്നാണ് ഖസ്വാ. അതിൻ്റെ പുറത്താണ് നബിതങ്ങൾ യാത്ര ചെയ്തത്. മദീനത്തേക്ക് ഹിജറ പോകുമ്പോൾ നബിതങ്ങളുടെ അതിൻ്റെ ഖസ്വാഇൻ്റെ പുറത്താണ് യാത്ര ചെയ്തത്. അത്ഭുതകരമായിരുന്നു ആ ഖസ്വാഇൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. കാരണം എന്താണ്? എവിടെ ഒട്ടകത്തിന് മുട്ടുകുത്തണമെന്ന് ഓരോരുത്തരും മദീനത്ത് എത്തുന്നിടത്ത് ആദ്യം ഖുബായിൽ അവിടെ ഒട്ടകം മുട്ടുകുത്തി, അവിടെ നബി പള്ളി പണിതു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മദീനയിലേക്ക് പോവുകയാണ്. മദീനത്ത് ഓരോ അൻസാരികളും ഞങ്ങളെ വീട്ടിൽ ഇവിടെ താമസിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖല്ലി, ഒട്ടകത്തെ വിട്ടേക്കൂ, ഫഇന്നഹാ മഅ്മൂറ എന്നാണ്. അതിന് കൽപ്പന ഉണ്ട്. കണ്ടോ, നോക്കണം നിങ്ങൾ, അതിന് കൽപ്പന ഉണ്ട് ആ ഒട്ടകത്തിന്. അള്ളാഹ് നിർദ്ദേശിച്ചിടത്ത് അത് മുട്ടുകുത്തിക്കോളും. ആരും പറയേണ്ട, ആരും അതിനെ പിടിച്ച് മുട്ടുകുത്തിക്കരുത്. അതെവിടെ മുട്ടുകുത്തുന്നോ അവിടെ മുട്ടുകുത്തുന്നു. മദീനത്ത് പോയിട്ടാണ് ഒരു സ്ഥലത്ത് മുട്ടുകുത്തി. അവിടെയാണ് ഇന്നത്തെ മസ്ജിദുൻ നബവി, അവിടുത്തെ പള്ളി, മദീനത്തെ പള്ളി ഉണ്ടാക്കിയത് ഖസ്വാ. അവിടെ പോയിട്ട് മുട്ടുകുത്തിയ അടുത്താണ്, അവിടെയാണ് സ്ഥലം വാങ്ങി പള്ളി എടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ 6ാമത്തെ വർഷം മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഹുദൈബിയയിൽ വെച്ച് തടയപ്പെട്ടല്ലോ. ഹുദൈബിയയിൽ വെച്ച് തടയപ്പെട്ടപ്പോൾ ഹുദൈബിയയുടെ പ്രദേശത്ത് എത്തുമ്പോൾ തന്നെ നബി ഇതിൻ്റെ പുറത്താ സഞ്ചാരം. ഖസ്വാ അപ്പോഴും ഉള്ളത്. കാരണം ടോപ്പ് നല്ല സ്പീഡിൽ പോകും, നല്ല കാണാൻ ഭംഗി, വളരെ പ്രത്യേക ഒരു കളറും. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനമായിരുന്നു ഖസ്വാ. ആ ഖസ്വാ ഹുദൈബിയയുടെ ഭാഗത്തെത്തിയപ്പോൾ ഖസ്വാണ് മുട്ടുകുത്തിയെ, പിന്നെ മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ സഹാബികളൊക്കെ പറഞ്ഞു, ഖസ്വാ ക്ഷീണിച്ചിരിക്കുന്നു, റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിന് ക്ഷീണം പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞ വർത്തമാനം നമ്മൾ ശ്രദ്ധിക്കണം. ലാ, ഖസ്വാ ക്ഷീണിക്കൂല,
എൻ്റെ കസ്വാ എന്ത് ചെയ്യൂല, ക്ഷീണിച്ചതല്ല, അതിന് കൽപ്പന ഉണ്ട്. അപ്പോ അബ്രഹത്തിന്റെ പട്ടാളത്തിലുണ്ടായിരുന്ന ആനപ്പടയെ അള്ള മുട്ടുകുത്തിച്ചതുപോലെ എൻ്റെ കസ്വായിനെ അള്ള അവിടെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ്. ഇവിടുന്നാണ് പോകാൻ അനുവാദമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നിങ്ങൾ അതാണ്, പോകാൻ പറ്റിയില്ലല്ലോ. പിന്നെ അവിടെ വെച്ച്, ആ പ്രദേശത്ത് വെച്ച് തന്നെ പിന്നെ അവിടുന്ന് മുശ്രിക്കുകൾ ഇങ്ങോട്ട് വന്ന് കരാർ എഴുതുകയാണല്ലോ ചെയ്തത്. അതാണല്ലോ ഹുദൈബിയ കരാറ്. ഇക്കൊല്ലങ്ങൾ ഇവിടെ ഉംറക്ക് വരരുത്, തിരിച്ചു പോകണം, അടുത്ത കൊല്ലം വന്നോളി എന്നൊക്കെ പറഞ്ഞ കരാറൊക്കെ എഴുതിയത് അവിടെ വെച്ചാണല്ലോ. അപ്പം കസ്വാദിൻ്റെ പുറത്തായിരുന്നു അവിടെ. ബദർ യുദ്ധത്തില്, അതുപോലെ തന്നെ ഉഹദില്, എല്ലാ യുദ്ധങ്ങളിലും മക്കം വിജയിച്ചടക്കുന്ന സമയത്ത്, ഹുനൈൻ യുദ്ധത്തില് ഒക്കെ കസ്വാദിൻ്റെ പുറത്താണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂല് വഫാത്തായിട്ട് 3 മാസമാണ് ജീവിച്ചത് എന്നാണ് കസ്വാദിൻ്റെ ചരിത്രം പറയുന്നിടത്തൊക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിൻ്റെ ശേഷം പിന്നെ ഈ ഒട്ടകത്തിന് നാൾക്ക് നാൾ ക്ഷീണം വർദ്ധിച്ചു. എപ്പോഴും കരയുന്നു, കരഞ്ഞ് അതിൻ്റെ കാഴ്ച പോയി എന്നാണ്. തിന്നാൻ കൂട്ടാക്കൂല, വെള്ളം കുടിക്കാൻ കൂട്ടാക്കൂല, ഭക്ഷണവും വേണ്ട, വെള്ളവും വേണ്ട. കാരണം വർഷങ്ങളോളമായി തൻ്റെ പുറത്ത് മുത്തു മുസ്തഫായുടെ ശരീരം സ്പർശിച്ച കസ്വാഇന് അള്ളാഹിൻ്റെ റസൂലിൻ്റെ വഫാത്ത് വല്ലാത്ത വേദനയായി. അങ്ങനെ 3 മാസമാകുമ്പോഴേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് തന്നെ കസ്വാ എന്ത് ചെയ്തു? വഫാത്തായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അറബികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അലുബ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഒട്ടകുണ്ടായിരുന്നു, അലുബ. പിന്നെ കുറേ കുതിരകളുണ്ട്, അവറ്റക്കൊക്കെ പ്രത്യേക പേരുകളുണ്ടായിരുന്നു. ഈ അലുബാ ഏറ്റവും നല്ല സ്പീഡിൽ ഉണ്ടായിരുന്നൊരു കുതിര തന്നെയാണ് അലുബാ. മറ്റൊരു ഒട്ടകാണ്. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഏത് മത്സരത്തിലും അലുബാവ് തോൽക്കൂല. അലുബാവ് ഒരിക്കൽ ഒരു സഹാബി പറഞ്ഞു, എന്നോട് മത്സരിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ നബിതങ്ങളുടെ ഒട്ടകവും ഒരു അറാബിയുടെ, ഒരു ഗ്രാമീണനായ ഒരു ലോക്കൽ അറബിയുടെ ഒരു ഒട്ടകവും തമ്മിൽ മത്സരം നടന്നു. അലുബാവ് തോറ്റു. മറ്റേ ആളെ ഒട്ടകം മുന്നിൽ കടന്നു. സഹാബികൾക്കൊക്കെ ഭയങ്കര വിഷമായി. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒട്ടകം തോറ്റില്ലേ? അത് വലിയൊരു സംസാരമായി. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, ഏതൊന്നും അതിനൊരു പാകതയിലെത്തിയാൽ പിന്നെ താഴെയുള്ളൂ. ബുഖാരിയിലെ ഹദീസാണ്. സന്ദർഭത്തിൽ അത് നബി തങ്ങൾ പറയുന്നത്. ഈ ഒട്ടകം തോറ്റതിലുള്ള വിഷമം, ഒരിക്കലും തോൽക്കാത്ത അലുബാവ് തോറ്റ വിഷമം സഹാബിമാരുടെ മനസ്സിനെ സ്വാധീനിച്ചു എന്ന് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകാണത്. എന്ത്? ഏതൊന്നും ഉന്നതി പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ ഇനി അത് മേലോട്ട് വളർച്ചല്ല, പിന്നെ താഴോട്ടേ വരുള്ളൂ. എൻ്റെ അസ്ബാബ്, എൻ്റെ ഇത് എന്തായിട്ടുണ്ട്? അതിന് ഉന്നതിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ കുറേ പാഠങ്ങളും അതൊക്കെ വിവരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. ഒരു കാര്യത്തെക്കുറിച്ചും അത് ടോപ്പായി എന്നൊരാൾക്ക് തോന്നരുത്. ടോപ്പായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗതി താഴോട്ടേ ഉണ്ടാവുള്ളൂ. അത് പൂർണ്ണചന്ദ്രൻ അങ്ങനെ തന്നെയല്ലേ? 14-ാം രാവിൽ പൂർണ്ണമായി ഉരിച്ചു നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. പിന്നെ അത് താഴോട്ടേ വരുള്ളൂ. പിന്നെ അതിങ്ങനക്കൽ ഉർജൂനിൽ കദീമാകും, പിന്നീട് കാണാതാകും. തന്നെ മനുഷ്യൻ്റെ അവസ്ഥ, നമ്മളീ അവസ്ഥ തന്നെയാണ്. ഹിലാൽ ഇങ്ങനെ പോയി, പിന്നെ ബദറായി, ഖമറായി, ബദറായി, ഇങ്ങനെ വളരും. അതാണ് ബാല്യം, കൗമാരം, യൗവനം, പിന്നെ മധ്യവയസ്സ്, വാർദ്ധക്യം, പിന്നെ അങ്ങനത്തെ, പിന്നെ പോയി ഖബറിലേക്ക്, പിന്നെ കാണാനല്ല. ഇതന്നെ നമ്മളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അല്ലാഹു തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് അന്നാമിനെ അല്ലാഹു തആല കീഴ്പ്പെടുത്തി തന്നു, അതുകൊണ്ട് നിങ്ങൾ അവരുടെ ഉടമകളായി മാറിയിരിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ അതിലൂടെയാണ്, നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നതുകൊണ്ടാണ് നിങ്ങൾ അവയുടെ പുറത്ത് സഞ്ചരിക്കുന്നത്. അപ്പോൾ ധാരാളക്കണക്കിന് വാഹനങ്ങളും ചരക്കുകൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാനുമൊക്കെ അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്നതിനെ പറ്റി ഖുർആൻ സൂറത്തുൻ നഹലിൽ കാലികളെ സംബന്ധിച്ച് കാലികൾ മുഖേന കിട്ടുന്ന നിഅമത്തുകൾ ധാരാളം വിശദീകരിച്ചിട്ടുള്ളൊരു സൂറത്താണ് സൂറത്തുൻ നഹൽ. അതിൻ്റെ ആദ്യ ഭാഗത്ത് ഈ നിഅമത്ത് തന്നെ പറയും, മനുഷ്യന്മാർക്ക് അള്ളാഹു ചെയ്തു കൊടുത്തത്. അതിൻ്റെ തോല്, മനുഷ്യർക്ക് എത്രയാ അതിൻ്റെ ഉപയോഗങ്ങൾ. ടെൻറ്റുകൾ ഉണ്ടാക്കുവാൻ അറബികൾ ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ മൃഗങ്ങളുടെ തോലാണ്. ചെരുപ്പുകൾ ഉണ്ടാക്കുവാൻ, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും അവർക്ക് വസ്ത്രങ്ങളും പുതപ്പുകളും ഉണ്ടാക്കുവാൻ. അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞു, അമിൻ അസ്വാഫിഹാ വ ഔബാരിഹാ വ അശ്ആരിഹാ അസാസൻ വ മതാഅൻ ഇലാ ഹീൻ.
അല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സകന വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂത. കാലികളുടെ തോലുകളിൽ നിന്നാണ് നിങ്ങൾ വീടുകൾ ഉണ്ടാക്കുന്നത്, ടെന്റുകൾ ഉണ്ടാക്കിയിരുന്നത്. നിങ്ങളുടെ യാത്രാവേളകളിലും നിങ്ങൾ നാട്ടിലാകുമ്പോഴും ഒക്കെ നിങ്ങൾ ടെന്റ് കെട്ടുന്നില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ടെന്റ് കെട്ടുന്നത്? അന്ന് ടെന്റ് കെട്ടിയിരുന്നത് ഇതേപോലെയുള്ള വലിയ തുകൽ കൊണ്ടാണ്. വമിൻ അസ്വാഫിഹ, അവയുടെ സൂഫുകൾ, രോമങ്ങൾ, ഉബാരിഹ അശ്ആരിഹ, ഒക്കെ അതിൻ്റെ രോമങ്ങളാണ്, വ്യത്യസ്ത രോമങ്ങളാണ്. അതിൻ്റെ രോമങ്ങൾ പഞ്ഞിപ്പോലെയുള്ള അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കുന്നു. പുതപ്പുകൾ, അസാസൻ, വീട്ടുപകരണങ്ങൾ, മത്താനിലാഹീൻ, എന്തെല്ലാം നിങ്ങൾ ചരക്കുകൾ, വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. ഒക്കെ ഈ നാൽക്കാലി സമ്പത്തിലൂടെയാണ്. വഇന്നലക്കും ഫിൽ അൻആമി ലഇബറ, നിങ്ങൾക്ക് നാൽക്കാലികളിൽ വലിയ ഗുണപാഠമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹ, അവയുടെ വയറുകളിൽ നിന്നുള്ള പാനീയമല്ലേ നിങ്ങൾ ഇഷ്ടം പോലെ കുടിക്കുന്നത്. രക്തവും അതിൻ്റെ ചാണകത്തിൻ്റെ ഇടയിൽ നിന്നാണ് വരുന്നത്, രണ്ടും കലരുന്നില്ല. ചോരയും ചാണകത്തിൻ്റെ ഒരു മണമല്ലല്ലോ. സായിഖല്ലി ശാരിബീന്ന് കറന്നെടുക്കുന്ന പാലിൽ ചാണകത്തിൻ്റെ മണമല്ല, രക്തത്തിൻ്റെ കളറുമില്ല. എങ്ങനെയാണ് ഇത്ര വിദഗ്ധമായിട്ട് റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് ഈ പാല് തരുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര അടുത്താണ് ആ ചാണകത്തിൻ്റെ പെട്ടിയും അതേപോലെ തന്നെ ഈ രക്തത്തിൻ്റെ അടങ്ങുന്ന ഭാഗമൊക്കെ, ധമനികളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ കണക്ഷൻ എന്നാണ് ഇവ രണ്ടും ഏതെങ്കിലും വിധത്തിലൊരു ചാണകമോ രക്തമോ കലരാത്ത നിലക്ക് ലബനൻ സായിഖൻ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് വളരെ ഹൃദ്യമായ നിലക്കുള്ള പാല് നിങ്ങൾക്ക് തരുന്നു ആ മൃഗങ്ങൾ. അല്ലാഹു തആല അതാണ് വലക്കും ഫിഹാ മനാഫിഉ എന്ന് പറയുന്നത്. അടുത്ത വചനം തന്നെയല്ലേ അല്ലാഹു തആല പറയുന്നില്ലേ, നിങ്ങൾ അതിൽ നിന്ന് തിന്നുന്നു എന്നാ പിന്നെ പറയുന്നത്. വമിൻഹാ യഅ്കുലൂൻ, മനുഷ്യർ മാംസത്തിനായി ഉപയോഗപ്പെടുത്തുന്നതൊക്കെ തന്നെയല്ലേ, അന്ന് അതന്നെയല്ലേ തിന്നാനുള്ളത്. ഒട്ടകത്തറുക്കുക, ആടിനറുക്കുക, പശുവിനറുക്കുക, കഫാറത്തായിട്ടും അതിനറക്കൽ നിശ്ചയിച്ചു. വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കാനും അതന്നെ, ഗസ്റ്റ് വന്നാലും അതന്നെ, അതിഷ്ടം പോലെയാണത്, എല്ലാവരുടെ അടുത്തുമുണ്ട്. അതാണ് വമിന്നാ യഅ്കുലൂ, നിങ്ങൾ അതിൽ നിന്നാണ് തിന്നുന്നത്, ഇഷ്ടംപോലെ നിങ്ങൾ മാംസാഹാരം ഭുജിക്കുന്നു. വലഹും, അവർക്കുണ്ട്, ഫീഹാ, ആ കാലികളിൽ, മനാഫിഉ, ഒട്ടേറെ ഉപകാരങ്ങൾ വേറെയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ടെന്റ് കെട്ടലും വസ്ത്രം ഉണ്ടാക്കലും അതിൻ്റെ രോമക്കുപ്പായം ഉണ്ടാക്കലും ചെരുപ്പ് നിർമ്മാണവും ഒക്കെ ഇവയുടേതായ ഉപയോഗപ്പെടുത്തിയിട്ട് മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഖുർആൻ പറയുന്നു, വതഹ്മിലു അസ്ഖാലക്കും, നിങ്ങൾ വൻപിച്ച ലഗേജുകൾ കൊണ്ടുപോകുന്നു, ഭാരമുള്ള വസ്തുക്കളെ അവ വഹിക്കുന്നു. ഇലാ ബലദിൻ, വിദൂര നാടുകളിലേക്ക്. എങ്ങനത്തെ നാടുകൾ? ലം തകൂനു ബാലിഗീഹി ഇല്ലാ ബിശിഖിൽ അൻഫുസി, വളരെ ക്ലേശം സഹിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്കത് എത്തിക്കാൻ കഴിയൂല ആ നാട്ടിക്ക്. അങ്ങനെയുള്ള നാടുകളിലേക്ക് അത് ടൺ കണക്കിന് ഭാരവും വഹിച്ചുകൊണ്ട് ഒട്ടകങ്ങൾ ഇങ്ങനെ കാഫിലകൾ യാത്രയാകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ അല്ലാഹ് തന്ന നിഅമത്തല്ലേ? ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് എത്ര വാത്സല്യമുള്ളവനാണ്, എത്ര കരുണയുള്ളവനാണ്. വൽ ഖൈല, കുതിരയെയും, വൽ ബിഗാല, കോവർ കഴുതകളെയും, വൽ ഹമീറ, കഴുതകളെയും, ലി തർക്കബൂഹ, നിങ്ങൾക്ക് യാത്ര ചെയ്യാനും, വസീനത്തൻ, അലങ്കാരത്തിനും. അറബികളുടെ അലങ്കാരത്തിന് അവർ മേനി കാണിക്കാൻ പ്രദർശനത്തിനും വെക്കുക കാലികളെ തന്നെയാണ്. പ്രദർശനത്തിന് വെക്കുക കാലികളെയാണ്. തൻ്റെ കുതിരയാണ്, എൻ്റെ ഒട്ടകമാണ്, അത് കണ്ടോളൂ. അവർക്കതിൽ വലിയൊരു ഭംഗിയായിരുന്നു അതിൻ്റെ ആ പോക്കും വരവൊക്കെ തന്നെ. ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂ എന്നാണ് ഖുർആൻ പറയുന്നത്. അതിൻ്റെ ആ പോക്ക് വരവിൽ തന്നെയും അവർ നോക്കിയിരുന്ന് ആനന്ദം കണ്ടിരുന്നു എന്നാണ്. അത്ര അവരുടെ മജ്ജയിലും മാംസത്തിലും ഒട്ടി നിന്നിരുന്നു കാലിവർഗം, കാലി സമ്പത്ത്. സീനത്തന്നതാണ്, അവർ യാത്രക്കും ഉപയോഗപ്പെടുത്തുന്നു, അലങ്കാരമായിട്ടും അവർ കണ്ടിരുന്നതാണ് അന്നത്തെ അവരുടെ കാലി സമ്പത്ത്. ഇങ്ങനെ ഖുർആൻ അവയെക്കൊണ്ടുള്ള ഒരുപാട് ഉപകാരങ്ങളാണ് എടുത്തു പറയുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല അവസാനം പറഞ്ഞത് എന്താണ്? അഫലാ യശ്കുറൂൻ, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ വേറെയുണ്ട്. മശാരിബു, കുടിക്കാനുള്ള പാനീയവും ഒക്കെ തരുന്നു, പാല്. അഫലാ യശ്കുറൂൻ, അവരെന്തുകൊണ്ട്? എന്നിട്ടും അവർ ഇതൊക്കെ ഉണ്ടായിട്ട് അവർക്കൊന്ന് നന്ദി കാണിച്ചുകൂടെ? ഒരു നന്ദിയല്ല കാണിച്ചത്, നന്ദികേടാ കാണിച്ചത്. ഇതേ അന്നാമിനെ ഉപയോഗപ്പെടുത്തിയിട്ട് അവർ അള്ളാഹ്ക്ക് എതിര് ചെയ്തു. അതല്ലേ പുതുമ? അള്ളാഹ് കൊടുത്തതാണ് ഈ അന്നാമ്. എന്നിട്ട് ഈ അന്നാമുകളെ തന്നെ അവരെന്ത് ചെയ്തു? അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കി വിടും. അവരുടെ ഓരോ മഹാന്മാരുടെ പേരിൽ നേർച്ചയാക്കി വിടുക. നമ്മുടെ നാട്ടിൽ മമ്പറത്തെ
മുമ്പത്തെ തങ്ങളെ പേരിൽ നേർച്ചയാക്കിയിടുന്നത്, ഉള്ളാളത്തേക്ക് ആടിന് നേർച്ചയാക്കിയിടും പോലെ ഇങ്ങനെ ഓരോ തങ്ങന്മാരെയും ബീവിമാരെയൊക്കെ പേരിൽ കോഴിനെയും ആടിനെയൊക്കെ നേർച്ചയാക്കുമല്ലോ നമ്മളെ നാട്ടിലുള്ള കുറേ ആളുകൾ. ഇതേപോലെ അറേബ്യൻ മുശ്രിക്കുകൾ അവരതിന് ഓരോ പേരിട്ടിരുന്നു. ബഹീറ, സായിബ, വസീല, ഹാം. ഖുർആൻ പറയുന്നുണ്ട്, മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാം വലാകിന്നല്ലദീന കഫറൂ യഫ്തറൂന അലല്ലാഹിൽ കദിബ്. അള്ളാഹ് അങ്ങനെ ഒരു ബഹീറത്തിനെയോ സായിബത്തിനെയോ വസീലത്തിനെയോ ഹാമിനെയോ നേർച്ച മൃഗങ്ങളായി നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് അതൊക്കെ മുശ്രിക്കുകൾ അവർ സ്വന്തമായിട്ട് കള്ളം ആരോപിച്ച് നേർച്ചയാക്കി വിട്ടതാണ്. അവർക്കതിനൊക്കെ ഓരോ നിയമങ്ങളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പുറത്ത് സവാരി ചെയ്യാൻ പിന്നെ പാടില്ല. അവയുടെ മാംസം പിന്നെ അറുക്കുകയാണെങ്കിൽ തന്നെ മാംസം ആണുങ്ങൾക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, പെണ്ണുങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. ആ നിയമങ്ങളൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. അവരുടെ അന്നത്തെ ദുരാചാരം ഇന്നുണ്ട്. അള്ളാഹു അല്ലാത്തവരെ പേരിൽ നേർച്ചയാക്കിയിട്ട് ആടെങ്ങാനും കടയിൽ കയറിയിട്ട് തക്കാളി തിന്നാമെന്ന് നോക്കി നിൽക്കണം എന്നാണ്. അത് തക്കാളി അരിയ എന്താ ചെയ്ത് തിന്നോട്ടെ എന്നാണ്. കാരണം അത് ഉള്ളാളത്തെ ആടാണ്. ബസ്സിലേക്കാണ് കയറി വന്നപ്പോൾ ബഹുമാനിച്ചിട്ട് സീറ്റിൽ നിന്ന് എല്ലാവരും നീറ്റുന്നു എന്നാണ് ഉമർ മൗലവി ചെയ്തിട്ടുണ്ട്. നമ്മളെ കേരളത്തിൽ പഴയ കാലത്ത് അനാചാരങ്ങൾക്കെതിരെ പൊരുതിയ ഒരു നേതാവുണ്ടായിരുന്നു, സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുണ്ട് മലയാളത്തിൽ, മക്തി തങ്ങളുടെ സമ്പൂർണ്ണ കൃതികൾ. അതിലദ്ദേഹം പറയുന്നുണ്ട്, ബസ്സിലേക്ക് ആളുകൾ കയറി വന്നപ്പോൾ എല്ലാവരും കൂടി എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഉമർ മൗലവി എപ്പോഴും പറയാറുണ്ട് റഹിമഹുല്ലാ, അതിൻ്റെ കഴുത്തിലൊരു സഞ്ചി ഉണ്ടാവും. എന്നിട്ട് വിശ്വാസം എന്താണ്, ഇതിങ്ങനെ അതൊരു കിലോമീറ്റർ അപ്പുറത്ത് ആ ആടിറങ്ങി ഇവിടെ മണക്കും. കാരണം അത്ര മൂത്തിട്ടുണ്ടാവും ആട്. അതിൻ്റെ ഒരു മണം കുളിക്കൊന്നുമില്ലല്ലോ, പിന്നെ ആടല്ലേ. കഴുത്തിലൊരു സഞ്ചിയും കെട്ടി തൂക്കിയിട്ടുണ്ടാവും. ചെല്ലുന്ന കടയിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ അതിൽ പൈസ ഇട്ട് കൊടുക്കും. ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഒരു പെണ്ണുങ്ങളാണ് കരഞ്ഞു എന്നാണ്. നിങ്ങൾക്ക് അറിയില്ല തങ്ങപ്പാപ്പ, എൻ്റെ അടുത്തൊന്നുമില്ല, നിങ്ങൾ എന്തിനപ്പം ഇങ്ങോട്ട് കയറി നിൽക്കണമെന്ന് പറഞ്ഞു. ഉള്ളാളത്തെ നിങ്ങൾ കയറി നിൽക്കല്ലേ ആടേ. നടക്ക് വേഗം നടക്കാതെ ബക്കം ഉള്ളാളത്തെത്തണമെന്ന് മലയാള മനോരമ ഫീച്ചർ എഴുതിയിരുന്നു. ഒരാൾ ആടിനെയും കൊണ്ട് ഉള്ളാളത്തേക്ക് പോകണം. ഇവരുടെ വിശ്വാസം എന്താ അറിയോ, ഉള്ളാളത്തെ ദുർഗലിലെ നേർച്ചൻ്റെ സമയത്ത് മംഗലാപുരത്തേക്കുള്ള ട്രെയിനിലേക്ക് ഈ ആടുകൾ കയറുന്നതാണ്. ഒരു കയറി നേരെ അവിടെ പോയിരുന്ന അർത്തോളി എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കുന്നു. ഇതാ അവരുടെ വിശ്വാസം. അപ്പോൾ നോക്കിയ നിങ്ങൾ, അങ്ങനെ ആടിനെയും കോയിനെയും ഒക്കെ നേർച്ചയാക്കുന്ന ഒരു സമുദായം നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഒക്കെ അള്ളാഹു അല്ലാത്തവരുടെ പേരിലാണ്. മൊയ്തീൻ ഷെയ്ഖിൻ്റെ പേരിൽ, റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ എല്ലാവരും കോഴിയും, പിന്നെ കോഴിക്കൂട്ടിലുണ്ടാവും ഒരു കോഴി, റിഫായി ഷെയ്ഖിൻ്റെ പേരിലൊരു കോഴി. എന്തിനാ? കോഴിക്കൂട്ടിലേക്ക് മൂർക്കം പാമ്പ് വന്നിട്ട് മറ്റു കോഴികളൊക്കെ തിന്നാതിരിക്കാൻ കാവലാണ് ഇവിടെ ആര്, റിഫായി കോഴി എന്ന് പറഞ്ഞിട്ട് ഒന്നിനെ തീറ്റിപ്പോയിട്ട് ഇങ്ങനെ നിലനിർത്തും. അതിൻ്റെ ചിറകൊക്കെ കൊത്തിയിട്ടുണ്ടാവും, തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. നേർച്ചക്കോഴിയാന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചിറകൊക്കെ കൊത്തും. എന്നിട്ട് 40ാമത്തെ ദിവസം റിഫായി ഷെയ്ഖിൻ്റെ പേരിലൊരു മൗലൂദ് ഓതിയിട്ട് കണ്ട് സാപ്പിടലാണ്. പേര് റിഫായിക്കാണ്, ചോറും കായും ഇറച്ചിയൊക്കെ ആയിരിക്കും തന്നെയാണ്, മൗലിയരിക്കാണ്. പേരെന്താ റിഫായി കോഴി എന്നാണ്. മൂപ്പര് അവിടെ കൂട്ടിലുണ്ടായാൽ മതി, പിന്നെ പാമ്പൊന്നും കൊത്തൂല. കാരണം റിഫായി ഷെയ്ഖ് എന്തിൻ്റെ ആളാണ്? പാമ്പിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. എൻ്റെ മുരീദേ പേരും പാമ്പ് തീണ്ടൂകിൽ എന്നും വിഷമില്ല എന്ന് പറഞ്ഞോവർ. റിഫായി മാല, ഇതൊക്കെ ഇതൊന്നും അറിയണ്ടാവില്ല. റിഫായി മാല പറഞ്ഞിട്ടൊരു മാലുണ്ട്, അതിലുള്ളത് അത്. എൻ്റെ മുരീദിനെ പെരുമ്പാമ്പ് തീണ്ടിയാലും വിഷമല്ല. പെരുമ്പാമ്പിന് വിഷമുണ്ടോ? അതും ചോദിക്കരുത്. നമ്മുടെ നാട്ടിലൊരു മൗലിയരോട് ചോദിച്ചു, നിങ്ങൾ വലിയ കറാമത്തായിട്ടാണല്ലോ ഇപ്പോൾ അത് പറയുന്നത്, പെരുമ്പാമ്പിന് കാണാൻ ഭയങ്കര ദുഃഖമുണ്ട്, അത് മനുഷ്യനെ ഞെക്കിക്കൊല്ലുന്നല്ലാതെ അതിന് വിഷമല്ലല്ലോ എന്ന് പറഞ്ഞു. അത് മൗലവിമാരെ ഞങ്ങൾ എതിരായിട്ടാണ്. അവിടെ പെരുമ്പാമ്പ്, ആ പെരുമ്പാമ്പല്ല ഉദ്ദേശിച്ചത്, പെരും പ്ലസ് പാമ്പ്, വലിയ പാമ്പ് എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ മറുപടി പിന്നെ എല്ലാത്തിനും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഇങ്ങനെ പാമ്പിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് റിഫായി, ഓരോന്നിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. കപ്പി കയറും നേർച്ചയാക്കാനുണ്ട്. നമ്മളെ കോഴിക്കോട് ജില്ലയിലൊരു സ്ഥലത്തുണ്ട്, താത്തൂർ ശോതാക്കൾ, ശ്വാസം മുട്ടിന് ഉള്ള സ്പെഷ്യലിസ്റ്റാണ് മൂപ്പര്. ഏർവാടിയിലുണ്ട് ഒരു ജാറം, വയറുവേദനയുടെ സ്പെഷ്യലിസ്റ്റ്. അവിടെ പോയാൽ കബറമ്മല വയറൊന്നും ഇങ്ങനെ തടവലാണ്.
ഭ്രാന്തന്മാരുടെ സ്പെഷ്യലിസ്റ്റാണ് ഏറുവാടിയിൽ. വേറെ കുറേ ആൾക്കാരുണ്ട് അവിടെ. അബ്ബാസ് ഔലിയ ഒക്കെ ഡോക്ടർമാരാണ് അവിടെ. അബ്ബാസ് ഡോക്ടർ, മറ്റേ ഡോക്ടർ എന്നൊക്കെയാണ് പറയുക. നിങ്ങൾ വിചാരിക്കും അവിടെ ഡോക്ടർ എന്നാണ് ബോർഡ് വെച്ചിട്ടുള്ളത്. ഇന്ന് ഡോക്ടർമാരൊന്നുമല്ല, സ്റ്റെത്ത് കൊണ്ടിരിക്കൊന്നുമല്ല, ഒക്കെ അവിടെ കബറടക്കപ്പെട്ട ഓരോരുത്തരുടെ പേരിലാണ് പറഞ്ഞുണ്ടാക്കുകയാണ്. അവിടെ പോയി കിടന്നുറങ്ങിയാൽ രാത്രി നീക്കുമ്പോഴേക്ക് ഓപ്പറേഷനൊക്കെ നടക്കുന്നതാണ്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും, അതിന് പറ്റിയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും. എല്ലാ തരികടയുണ്ട്. മദ്യം, വ്യഭിചാരം, എല്ലാ കാര്യങ്ങളും, മയക്കുമരുന്ന് ഒക്കെ മിക്ക ദർഗകളുടെയും അവസ്ഥകൾ അതാണ്. മിക്ക ദർഗകളുടെയും അവസ്ഥ അതാണ്. കാരണം അതൊന്നും ഇപ്പോൾ അവിടെ ഒരു പ്രശ്നമല്ലല്ലോ. കാരണം ശിർക്ക് എന്ന് പറയുന്ന വലിയ പാപം നടക്കണോടത്തിപ്പോൾ ബാക്കിയുള്ളതിനിപ്പോൾ എന്താ ഇപ്പോൾ വലിയൊരു വിഷയം? അപ്പം സഹോദരങ്ങളെ, വലിയ ഗുരുതരമാണ് നമ്മുടെ നാട്ടിലുള്ള ദർഗകൾ. ആ ദർഗകളുടെയും മക്കാമുകളുടെയും ചുറ്റിപ്പറ്റിക്കൊണ്ട് നടക്കുന്ന സകല ദുരാചാരങ്ങളും ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് കടം കൊണ്ടതാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞത്, അറേബ്യൻ മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹത്തിന്റെ സമീപത്ത് ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾക്ക് തുല്യമായ പ്രവർത്തനങ്ങളാണ്. വനദീറുഹു ഫീ ഹാദ സമാൻ, ഇക്കാലഘട്ടത്തിൽ ചില ആളുകൾ ഇഷ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി, പടപ്പുകളിൽ നിന്ന് ധാരാളം ആളുകൾ അതാ ചെയ്യുന്നു, ബിതഅളീമി ഖുബൂരിൽ അകാബിരി, മഹാന്മാരുടേതെന്ന് പറയുന്ന ഖബറുകളെ ബഹുമാനിക്കുന്നു. ഏത് വിശ്വാസപ്രകാരം? അലഇതിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശുഫആ ലഹും ഇൻദല്ലാഹ്. ഈ ഖബറുകളെ ബഹുമാനിച്ചാൽ ഈ ഖബറാളികൾ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ദുന്യാവിലും ആഖിറത്തിലും അവർക്ക് റെക്കമെൻഡ് പറയുമെന്ന വിശ്വാസത്തോടെ ഖബറിന്റെ സമീപത്ത് ചെയ്തു കൂട്ടുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ അറേബ്യൻ മുശ്രിക്കുകൾ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെയ്തതിൻ്റെ തുല്യമായ പണിയാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്ൻ റാസി എന്ന് പറയുന്ന തഫ്സീറിൻ്റെ ഗ്രന്ഥകർത്താവ് ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ്. ആലോചിച്ചവർ ഒന്നും തന്നെ തുടങ്ങിയതല്ല. ഇത് ഷിയാക്കൾ അവിടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഈ ദർഗാ വ്യവസായം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? അല്ലാഹു തആല അവരോട് ചോദിക്കാൻ എന്താ കാരണം? ഇതൊക്കെ നിങ്ങൾക്ക് അള്ളയില്ലേ തന്നിട്ട് ആ മൃഗങ്ങളെ തന്നെ അല്ലാത്തവരെ പേരിൽ നേർച്ചയാക്കിയിടുക, ആ മൃഗങ്ങളെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നിന്നിട്ട് അറവ് നടത്തുക, ബലിക്കല്ലുകളിൽ വെച്ചവർ പിന്നെ അതിനെ ബലിയറുക്കും. അങ്ങനെ ആ രൂപത്തിലുള്ള പല തോന്നിവാസങ്ങളും അള്ള കൊടുത്തതാണ് ഈ മൃഗങ്ങളെയൊക്കെ. എന്നിട്ട് ഇതേ മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് അവർ ശിർക്കും ചെയ്യുന്നു. എന്ത് നിങ്ങളിങ്ങനെ ആയിപ്പോയത്? അഫലാ യശ്കുറൂൻ, നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് നന്ദിയല്ലേ നിങ്ങൾ കാണിക്കേണ്ടത്? മറിച്ച് നിങ്ങൾ നന്ദികേടാണല്ലോ കാണിക്കുന്നത് എന്നല്ലാഹു ചോദിക്കുന്നു. അത് നമുക്കും ബാധകമാണ്. ദുന്യാവിൽ തന്ന നിഅമത്തുകൾ മുഴുവനും അള്ള തന്നതാണ്. റബ്ബ് തന്ന നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് റബ്ബിൻ്റെ കൽപ്പനകളെ കാറ്റിൽ പറത്താൻ നമ്മളും തയ്യാറാകുന്നുവെങ്കിൽ ഈ ചോദ്യമൊക്കെ നമുക്കും ബാധകമാണ്. കണ്ണ് അള്ള തന്നതാണ്. ആ കണ്ണുകൊണ്ട് അള്ള ഇഷ്ടപ്പെടാത്തത് കണ്ട് രസിക്കുന്നുവോ നമ്മൾ? കാത് അള്ള തന്നതാണ്. ആ കേൾവി ശക്തി കൊണ്ട് അള്ളാഹുവിന് പൊരുത്തമില്ലാത്തത് കേട്ട് രസിക്കുന്നുവോ നമ്മൾ? നാവ് അള്ള തന്ന അനുഗ്രഹമാണ്. ആ നാവ് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു രസിക്കുന്നുവോ നമ്മൾ? കൈകാലുകൾ അള്ള തന്നതാണ്. ആ കൈകാലുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിന് എതിരെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മളോടും ചോദ്യം ഇത് തന്നെയാണ്. അഫലാ യശ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ? നിങ്ങളെ മാതാക്കൾ നിങ്ങളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങളെ പ്രസവിച്ചപ്പോൾ അല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തഷ്കുറൂൻ. നിങ്ങൾ വളരെ കുറച്ചല്ലേ എന്നിട്ട് നന്ദി കാണിക്കുന്നുള്ളൂ? അള്ളാഹ് ചോദിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഓർക്കണത്, ഏത് തെറ്റും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ അവയവങ്ങൾ കൊണ്ടാണ് ചെയ്യുക. ആ അവയവമാണെങ്കിൽ തന്നത് ആരാണ്? അള്ളാഹുവാണ്. അത് മറക്കരുത്. ഈ പാഠം ഇതിൽ നിന്ന് നമ്മളും ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ സന്ദേശങ്ങളെ മുഖവിലക്കെടുക്കുന്ന, അതിന് പ്രാധാന്യം കൽപ്പിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അബദ്ധങ്ങളും അപാകതകളും ന്യൂനതകളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.